ഈ വാർത്താ പ്രഭാതത്തിൽ നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത് അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് MLA ആണ്, കോൺഗ്രസ് നേതാവ്. അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് MLA, ഗുഡ് മോർണിംഗ്, സ്വാഗതം ലീഡേഴ്സ് മോർണിംഗിലേക്ക്. മോർണിംഗ്. ശ്രീ ടി സിദ്ദീഖ്, ഇപ്പോൾ നിലമ്പൂരിലെ വലിയൊരു വിജയത്തിന് ശേഷമുള്ള ഒരു പ്രഭാതമാണല്ലോ. ഇന്നലെ നിലമ്പൂരിലെ ആഹ്ലാദ പ്രകടനത്തിൽ ചാണ്ടി ഉമ്മനൊപ്പം തന്നെ താങ്കളെ കണ്ടിരുന്നു. താങ്കളുടെ പ്രതികരണം ഉൾപ്പെടെ ന്യൂസ് മലയാളത്തിലൂടെ നമ്മൾ എത്തിച്ചതാണ്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. വളരെ വേഗത്തിലുള്ള ഷെഡ്യൂളുകളിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ വന്നതായ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഒരു ന്യൂജൻ ഭാഷ കടമെടുത്താൽ അതിൻ്റെ ഒരു വൈബ്, അത് കേരളത്തിൻ്റെ എല്ലാ സമഗ്ര തലത്തിലും അതിൻ്റെ സ്വാധീനം എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള വിധിയെഴുത്താണ് നിലമ്പൂരിലുണ്ടായിട്ടുള്ളത്. ആ വിധിയെഴുത്ത് സമഗ്ര തലത്തിലാണ്. എല്ലായിടത്തും UDFൻ്റെ പ്രഭാവം ആകർഷണീയമായ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ UDFൻ്റെ വർക്കേഴ്സിന് സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, ഗവൺമെൻറ്റിനെതിരെ ഞങ്ങൾ പ്യുവർലി പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റൽ അജണ്ടയായിരുന്നു ഞങ്ങളുടെ അജണ്ട. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ സംസാരം, മന്ത്രിമാരുടെ സംസാരം, BJPയുടെ സംസാരം, ഇതെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഞങ്ങൾക്കതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ യഥേഷ്ടം പറയാനുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യവും അനുഭവവും ഉള്ളതായിരിക്കുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഭരണമാറ്റം സുഗമമാണ്, ഒന്നിച്ച് അധ്വാനിച്ചാൽ എന്നുള്ളതിൻ്റെ ആദ്യത്തെ ശില പാകി കഴിഞ്ഞിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അത് ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഏർലി പ്രിപ്പറേഷൻസ് നന്നായിട്ടുണ്ടാവണം. ആ ഏർലി പ്രിപ്പറേഷൻസ് ഞങ്ങൾ നടത്തി. ബൂത്ത് തല കമ്മിറ്റി രൂപീകരണം, തർക്കങ്ങൾ പരിഹരിക്കൽ, UDFൻ്റെ ഒന്നിച്ചുള്ള പ്രയാണം സാധ്യമാക്കൽ, UDFലെ ഘടകകക്ഷി പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് ഉൾപ്പെടെ മറ്റുള്ള കേരള കോൺഗ്രസ് ഉൾപ്പെടെ മറ്റുള്ള ഘടകകക്ഷികളെ മുഴുവൻ തെരഞ്ഞെടുപ്പിന് സന്നദ്ധമാക്കാനുള്ള പ്രവർത്തനം, അവരുടെ ഇനീഷ്യേറ്റീവ്, UDFൻ്റെ മെച്ചപ്പെട്ട ഏകോപനം, ഓരോ ഇടത്തേക്കുമുള്ളതായ നേതാക്കന്മാരുടെ പ്ലേസ്മെൻറ്റുകൾ, ആ നേതാക്കന്മാരെ സമയാസമയമുള്ള കൂടിയാലോചനകൾ, അതിനനുസരിച്ച് താഴെത്തട്ടിൽ മൈക്രോ ലെവൽ പ്ലാനിംഗ് വർക്കുകൾ, ഇതെല്ലാം തന്നെ ഒത്തൊരുമിച്ച് ചിട്ടയായി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ ഉപതെരഞ്ഞെടുപ്പ് വിധികൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസവും ആശ്വാസവും പകരുന്ന ഒന്നാണ്. 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി ഗവൺമെൻറ് മാറി UDF ഗവൺമെൻറ് കടന്നു വരാൻ, കോൺഗ്രസ് മുഖ്യമന്ത്രി കടന്നു വരാനുള്ള ആദ്യത്തെ പാലത്തിൻ്റെ ഫേസ് നിർണയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. ശ്രീ ടി സിദ്ദീഖ്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ UDFിലെല്ലാം തന്നെ വളരെ മികച്ച ഒരു ഊർജം, ഒരു ഒത്തൊരുമ, പതിവിലും മറ്റു മുമ്പെല്ലാം കണ്ടതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ ഊർജവും ഒത്തൊരുമയും കണ്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. യൂത്തിൻ്റെ ടീമാണെങ്കിലും വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കളാണെങ്കിലും താങ്കളടക്കമുള്ള ആളുകളാണെങ്കിലും വളരെ കൈകോർത്തു പിടിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഒരു വലിയ അടയാളമാണ് ഈ മഹാവിജയം എന്ന കാര്യത്തിലും സംശയം ഒന്നുമില്ല. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ തന്നെ സാധിച്ചു. സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിന്ന് കേൾക്കുന്ന അപശബ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു പുതിയ കോൺഗ്രസ് ആണോ ഇത്? തീർച്ചയായും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, ഒരു വിഷയം വരുന്ന സമയത്ത് പെട്ടെന്നങ്ങ് എഴുന്നേൽക്കാൻ സാധിക്കുന്നൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങൾ, തിരിച്ചടികൾ വരുമ്പോൾ പെട്ടെന്നങ്ങ് ഡൗൺ ആവുകയും ചെയ്യും. ഇത് രണ്ടും കോൺഗ്രസിൻ്റെ ഒരു സവിശേഷതയാണ്. നമ്മുടെ ഒരു ടോട്ടൽ കേഡർ സിസ്റ്റം അല്ല, ഒരു ബഹുജന പങ്കാളിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസ്സിൽ ഒരു പ്രൊസീഡിയം ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഒരു വിശാലമായിട്ടുള്ള നേതൃനിരയുണ്ട്. ആ നേതൃനിര താഴെ തലം മുതൽ മുകൾ തലം വരെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ, അവരുടെ മേലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രീ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ഒരു പരിണിതപ്രജ്ഞമായിട്ടുള്ള ഒരു ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്യാനും ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും സാധിച്ചു എന്നതാണ് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കുന്ന വിജയം. ഞങ്ങൾക്ക് ആഭ്യന്തരമായി കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കതായ ഒരു ഇഷ്യൂ ഇതിലുണ്ടായിരുന്നു. അതിലും ഞങ്ങൾ കോൺക്രീറ്റായ ഒരു തീരുമാനമെടുത്തു.
അവിടെയും കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കണം, UDF ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കണം. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്, ക്ലാരിറ്റി ഉണ്ടാകണം. ആ ക്ലാരിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ ചില കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും ആ കൺഫ്യൂഷനെ ഒക്കെ അതിജീവിച്ച് ഒറ്റക്കെട്ടായി കടന്നു പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ VS ജോയ് എന്ന് പറയുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ AP അനിൽകുമാർ അടക്കമുള്ള ആളുകൾ അവിടെ കോൺഗ്രസ് നേതൃനിലയിൽ എടുത്തതായിരിക്കുന്ന ഇനീഷ്യേറ്റീവ്, ആ ഇനീഷ്യേറ്റീവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം തിരസ്കരിക്കപ്പെട്ടാൽ പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അത് നെഗറ്റീവ് അപ്രോച്ച് ആകും, അത് പാളയത്തിലെ പടയായി മാറും, പിന്നെ അതിൻ്റെ ക്ലാരിറ്റി കുറവ് വരും, അത് വർക്കേഴ്സിൻ്റെ അടുത്തേക്ക് നീങ്ങും, അത് സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട ഇലക്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് പോകും. സ്വാഭാവികമായി ആ കൺഫ്യൂഷൻ പ്രിവെയിൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഉണ്ടായിട്ട്. അവിടെ തുടക്കത്തിൽ തന്നെ കൺഫ്യൂഷൻ മുഴുവൻ ഒഴിവാക്കി ക്ലാരിറ്റിയോട് കൂടിയുള്ള സമീപനം സ്വീകരിച്ച് പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയമാണ് എന്ന് ഈ അനിവാര്യത മുഴുവൻ ജനതയും ബോധ്യപ്പെടുത്താൻ, അതിൽ വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളും അനിഷ്ടങ്ങളും അതിന് സ്ഥാനമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഈ എല്ലാ ലീഡർഷിപ്പിനും സാധിച്ചു. അതിലേറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് VS ജോയിയാണ്. അദ്ദേഹം എടുത്തതായിരിക്കുന്ന ഒരു സമീപനം. അതുപോലെ ഒരു വലിയ കൺഫ്യൂഷൻ അവസാനം ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലോ ശ്രീ VV പ്രകാശിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ കുടുംബം ആ കൺഫ്യൂഷനും KK ലതിക ഉൾപ്പെടെ അതിപ്രധാനികളായിട്ടുള്ള CPM-ൻ്റെ നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും അതിൻ്റെ പുറകെയായിരുന്നു. തുടക്കത്തിൽ VV പ്രകാശിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും അടുപ്പ വൈകാരിക ബന്ധമുള്ളതായിരിക്കുന്ന പ്രകാശേട്ടനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതായിരുന്നു പൊതുപ്രവർത്തകനായിരുന്നു ഞാൻ, പ്രകാശ്, സതീശൻ പാച്ചേനി ഉൾപ്പെടെ. ആ കൺഫ്യൂഷനും ആ കുടുംബം കൃത്യമായി അഡ്രസ്സ് ചെയ്തു. അവസാനം ജയിച്ചതിന് ശേഷം നന്ദനമോള് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അച്ഛൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ പോയി അച്ഛാ ജയിച്ചുട്ടോ എന്ന് പറയുന്നതായിരിക്കുന്ന അതൊരു വൈകാരികതയാണ്. കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകന്മാരും ജനം മുഴുവൻ ആഗ്രഹിച്ചതായിരിക്കുന്ന വിജയം ആ കുടുംബവും ജോയിയും മുഴുവൻ ജനങ്ങളും ആഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ജാഥ തന്നെ അവസാനം ഡെവലപ്പ് ചെയ്തു. അത് എനിക്ക് ചുമതലയുണ്ടായിരുന്ന മൂത്തേടം പഞ്ചായത്തിൽ നിന്നാണ് ആ ജാഥ ആരംഭിച്ചത്. മുഴുവൻ ലീഗ് ലീഡേഴ്സും ഒന്നിച്ച് ആ ജാഥയുടെ കൂടെ പ്രയാണം ചെയ്തു. ലീഗ് അണികൾക്കുള്ളതായിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ അവർ ശ്രമിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകൾ വീട് കയറേണ്ടിടത്ത് വീട് കയറി. ഇങ്ങനെ ഒരു ആവേശകരവും ഊർജ്ജസ്വലവും ഐക്യബോധത്തോടു കൂടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് ഒരു മാർവലസ് വിക്ടറിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ആ വിക്ടറി അടുത്ത തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. ആ കടമ്പയിലേക്കുള്ള ആദ്യത്തെ ഫൂട്ടിംഗ് സ്റ്റെപ്പ് ഞങ്ങൾ പാകിയിട്ടുണ്ട്. ആ ഫൂട്ടിംഗ് സ്റ്റെപ്പ് ദൃഢമാണ്. ഇനി അലയൊലി ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം കൂടെ പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അലയൊലി ഉണ്ടാവും. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ചില ആളുകൾ പുറത്തേക്ക് വരാനുള്ളതായിരിക്കുന്ന സാധ്യതയും ഞങ്ങൾ മുൻകൂട്ടി കാണുന്നു. UDF വിപുലപ്പെടാനുള്ളതായിരിക്കുന്ന സാധ്യതയെ ഞങ്ങൾ മുൻകൂട്ടി കാണുന്നു. ഞാൻ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശ UDF-ന് അനുകൂലമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുള്ള ഘടകകക്ഷികൾ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നവരാണോ എല്ലാവരും. അവർക്ക് കേരളത്തിലെ ഇലക്ട്രേറ്റിൻ്റെ സമ്മതിദായകരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നവരുടെ ജനറൽ പബ്ലിക്കിൻ്റെ പൾസ് അവർക്കൊക്കെ സ്വാഭാവികമായി അറിയുന്നവരാണ്. അപ്പുറത്തെ കപ്പൽ മുങ്ങാൻ പോവുകയാണ്, ആ കപ്പലിൻ്റെ ദ്വാരം വീണ് കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യപ്പെട്ടതായിരിക്കുന്ന ദ്വാരത്തിൽ നിന്ന് മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആളുകൾ രക്ഷപ്പെടും, ഒരു സംശയവുമില്ല. അതിനനുസരിച്ചതായിരിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. കൂട്ടായ പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിന് സാധാരണ രീതിയിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും പൊതുവിൽ ഉണ്ടാകാറില്ല. എല്ലാവരും ചേർന്നാണ് നയിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ഇപ്പോൾ ഒരു ഏകമുഖത്തിലേക്ക് കോൺഗ്രസിനെ UDF-ന് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് പൊതു സംസാരം. CPIM, ഇടതുപക്ഷം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും ചില മാധ്യമങ്ങളും ഇപ്പോഴും പ്രയോഗിക്കുന്നൊരു പ്രശ്നമാണ്
കോൺഗ്രസിൽ 5ഓളം വരുന്ന 4ഓളം വരുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. കോൺഗ്രസിൽ ഒരൊറ്റ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ളതായിരിക്കുന്ന നിരവധി ആളുകളുണ്ട്, 5 അല്ല അതിനപ്പുറമുള്ള ആളുകളുണ്ട്. പക്ഷേ കോൺഗ്രസിൽ ഒരൊറ്റ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. കോൺഗ്രസിൽ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള ഒറ്റ വികാരം മാത്രമാണ് ഇന്ന് കോൺഗ്രസിലുള്ളത്. അത് സമയമാകുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ കാര്യം തീരുമാനിക്കും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി 1, 2 കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഈ 2 ഘടകങ്ങൾ അഭിപ്രായമെടുത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് പ്രസിഡന്റ്, കോൺഗ്രസ് ഹൈക്കമാൻഡ് അവരുടെ അധികാരമാണ്. അവർ തീരുമാനിക്കും ആ കാര്യം, അഭിപ്രായ രൂപീകരണം നടത്തി തീരുമാനിക്കും. അതിനൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. അതിൻ്റെ ചർച്ചയുടെ ഒരാവശ്യകതയും പാർട്ടിയിലില്ല. എല്ലാവരും കോൺഗ്രസിൻ്റെ സേവകന്മാരായി പ്രവർത്തിക്കുകയാണ്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തതായ ഐക്യ സന്ദേശം കോൺഗ്രസിലുണ്ട്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തതായ ഒരുമയുണ്ട്. ഇതിൽ ഒരു വലിയ നീണ്ട നിര പ്രസിഡിയം ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പിൻ്റെ ഐക്യത്തോടു കൂടിയിട്ടുള്ള ഒരുമിച്ചുള്ള പ്രയാണം അത് നടക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ചില മാധ്യമങ്ങൾ, ഞാൻ നിങ്ങളെയല്ല സൂചിപ്പിച്ചത്, നിങ്ങൾ വസ്തുനിഷ്ഠമായി സത്യസന്ധമായി തെരഞ്ഞെടുപ്പിൻ്റെയും വാർത്തയുടെയും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ധാർമ്മികത ശോഷണം വരാതെ കാത്തു സൂക്ഷിക്കാൻ നേതൃത്വം കൊടുത്ത ചാനലാണ്. ഞാനൊരു കാര്യം പറയുന്നു, ചില ചാനലുകൾ, ചില മാധ്യമങ്ങൾ അതിരുവിട്ടതായിരിക്കുന്ന പ്രീണനവും മാധ്യമത്തിൻ്റെ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതായിട്ടുള്ള മാധ്യമ സംപ്രേഷണവും നടത്തി ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ എതിർ ഘടകം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ എതിർ ഘടകം ചില മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനം മാത്രമാണ്. പക്ഷേ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അവരുടെയും സമീപനം മാറി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവരുടെ ട്രെൻഡ് മാറും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ സമീപനം സാധാരണഗതിയിലേക്കാവും. ഇതൊക്കെ ജനം വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതും പറയും. ഞങ്ങൾക്കൊരൊറ്റ എതിരാളിയേ ഉണ്ടായിട്ടുള്ളൂ. അത്തരം ചില മാധ്യമങ്ങൾ മാത്രമാണ് ആ എതിർ സ്ഥാനത്തുണ്ടായിരുന്നത്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പൊതുസമൂഹം കൂടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ശ്രീ TC എന്തായാലും ഒരു വലിയ വിജയം നൽകിയ ആത്മവിശ്വാസം, ഒപ്പം തന്നെ വലിയൊരു ഊർജ്ജവും ഉന്മേഷവും എല്ലാം തന്നെ അങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ആ ഊർജ്ജവും ഉന്മേഷവും എല്ലാം പൊതുജന നന്മയ്ക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ അങ്ങേക്കും അങ്ങേക്കും പാർട്ടിക്കും എന്ന് വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. വളരെ നന്ദി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയത്. താങ്ക് യു, നമസ്കാരം. ഈ ജനവിധി വളരെ ഉത്തരവാദിത്വത്തോടെയും വിനയത്തോടെയും സ്വീകരിച്ച് കൂടുതൽ കരുത്തോടുകൂടി ഐക്യത്തോടുകൂടി ജനങ്ങൾക്കിടയിലൂടെ പ്രവർത്തിച്ച് UDFും കോൺഗ്രസും മുന്നോട്ട് പോകും. വളരെ നന്ദി. ശ്രീ T. സിദ്ദീഖ് MLA, കൽപ്പറ്റ MLA ആണ് നമുക്കൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രഭാത ചിന്തകൾ പങ്കുവച്ചിട്ടുള്ളത്.